എല്ലാം അതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ സംഭവിക്കാം, സാധിച്ചേക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ പടി നമ്മളിപ്പോൾ ഒരു ചെറിയ അമെൻമെൻറ്റിന് വിധേയമാക്കി, ഒരു ഭേദഗതി വരുത്തി. രണ്ടാം പടി നേരത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത് തന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ നമ്മളെ സുബോധവാന്മാരാക്കാൻ സാധിക്കൂ എന്നായിരുന്നു. പക്ഷെ അത് ഇംഗ്ലീഷിൽ നിന്ന് വന്ന ഒരു ട്രാൻസ്ലേഷനിൽ വന്ന ഒരു പെശകാണ്. ആ മാത്രമേ സാധിക്കൂ എന്നുള്ളതൊന്ന് യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇംഗ്ലീഷിലില്ല. നമ്മളെ മറ്റൊരു ശക്തി നമ്മളെ സഹായിച്ചേക്കാം, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഇൻസാനിറ്റിയിൽ നിന്ന് നമ്മളെ സാനിറ്റിയിലേക്ക് നയിച്ചേക്കാം, അതേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇതേപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ഘോരം പറയും, എയുടെ തത്വങ്ങൾ പാലിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നിങ്ങൾ പോയി കുടിക്കും, അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തില്ല, ഇതാണ് എല്ലാത്തിൻ്റെയും ഒറ്റമൂലി, സകല മരുന്നും ഇവിടുന്നാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാകാം. നമ്മളതങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ പെട്ടുപോയി. ഇനി നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആണ്. അതുകൊണ്ട് എയിലേക്ക് വരണം. ഇപ്പോൾ എന്നെ കണ്ടില്ലേ, ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി അതൊരു നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു എയുടെ കാഴ്ചപ്പാട്, ഒന്നാമത്തെ കാര്യം എയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് പറയുന്നത് വഴി നമ്മളൊരു വലിയ മേന്മയുള്ള ആളാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് കൊട്ടിഘോഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ മാറ്റുന്നു. അപ്പോൾ അത് ഏതൊക്കെയായാലും അത് അനുവദിച്ചു തരുന്ന ഒന്നല്ല. കാരണം ഈ ലോകത്ത് ഇതൊന്നും ബിൽ ഡബ്ല്യുओ ഡോക്ടർ ബോബോ ഒന്നും പുതിയതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇത് ഈ ലോകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനെ ആ ആശയങ്ങളെ ഒന്ന് സംയോജിപ്പിച്ച് ഒരു മദ്യാസക്തന് റിക്കവറി നടത്താനുള്ള, റിക്കവറിയിൽ കൂടെ പോകാനുള്ള ഒരു സഹായകരമായ ഒരു പദ്ധതി അത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരും ഇതാണ് അതുകൊണ്ടാണല്ലോ, കാരണം ഇത് ബിൽ ഡബ്ല്യു എഴുതിയ ലേഖനത്തിൻ്റെ ഭാഗമാണല്ലോ. കംസ് ഓഫ് പേജ് 232 ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇറ്റ് വുഡ് ബി എ ഫാൾസ് പ്രൈഡ് ടു ക്ലെയിം ദാറ്റ് ഈസ് ക്യൂർ ഓൾ. അപ്പോൾ അതൊരു ഫാൾസ് പ്രൈഡാണ്. നമ്മളൊരു കേമന്മാരാണ്, കാരെല്ലാം കേമന്മാരാണ്. നമ്മളൊരു പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നു, അതുവഴി ഈ ലോകം മുഴുവൻ മദ്യാസക്തിയിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ള നമ്മുടെ ഒരു മുൻവിധിയോ അല്ലെങ്കിൽ തെറ്റായ ഒരു ധാരണയാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഈസ് എ ക്യൂർ ഓൾ ഈവൻ ഫോർ ആൽക്കഹോളിസത്തിൽ നിന്ന് പലപ്പോഴും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേറെ പദ്ധതികളൊക്കെ കാണുമായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള പദ്ധതികളിൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ച് കാണുന്ന ഒന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയുടെ പ്രോഗ്രാമിനെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നിനും നമ്മൾ എയുടെ ലിറ്ററേച്ചറിലൂടെ എല്ലാം പോകുമ്പം മനസ്സിലാകുന്ന ഒന്നിനും ഒരു 100% പെർഫെക്ഷൻ പറയുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ആത്മീയ തലം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. കാരണം പൂർണ്ണത എന്ന് പറയുന്നത്, നമ്മൾ ബില്ലാണേലും ഇന്നിപ്പോൾ കടന്നു വരുന്ന ആളാണേലും നമ്മളാരും പൂർണ്ണതയുള്ള ആൾക്കാരല്ല. ആ പൂർണ്ണത നമ്മളെക്കാട്ടിൽ വലിയ ആ പരാശക്തിക്ക് കൊടുക്കുകയാണ്. ആ പരാശക്തിയുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറി നിന്ന് നല്ലൊരു ജീവിതം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുള്ളൂ. കിട്ടിയേക്കാമെന്നേ പറയുന്നുള്ളൂ. കിട്ടുമെന്ന് പോലും അസന്നിഗ്ധമായിട്ടൊന്നും പ്രഖ്യാപിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഇങ്ങോട്ട് പോരെ. ഇവിടെയെല്ലാം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇത് ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഇങ്ങോട്ട് പോരെ, മിഡ് നൈറ്റ് സ്റ്റാർ കയറിക്കോ, അല്ലെ ജാലെ കയറിക്കോ, അല്ലെ ജനമൈത്രി കയറിക്കോ, എല്ലാ കാര്യങ്ങളും ശരിയാകും. നമ്മളങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ എല്ലാ കാര്യവും ശരിയാകുന്ന ഒന്നും ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എഐക്കും എല്ലാ കാര്യവും, എക്കാരായ നമുക്കും
എല്ലാ കാര്യവും ശരിയാകുമെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നമ്മൾ നമ്മുടെ തെറ്റായ ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പറ്റി നമ്മൾ കുറച്ച് അറിവുള്ള ആളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ പ്രയോഗം നടത്താറുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഈ 285 പേജ് നമ്മളോട് പറയുന്നു തോന്നുന്നു. കാരണം ഇത് ഞാൻ കൂടുതൽ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയാന്നുള്ള മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതെല്ലാം നമ്മളെ എന്താണ് നമ്മളിങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ പറയാനും ഒക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ എളിമയുള്ളവരാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ എല്ലാം അധികാരി, ഞാനാണ് ഇതിൻ്റെ രക്ഷകൻ, അല്ലെങ്കിൽ ഞാനാണ് ആ ദൈവം കളിക്കുന്ന ആ അവസ്ഥ, അതിൽ നിന്ന് നമുക്ക് മാറി നിന്ന് കൂടുതൽ എളിമയോടെ നമ്മുടെ പ്രോഗ്രാമിനെ സമീപിക്കാനാണ് നമ്മളോട് ഈ ക്യൂറോൾ അല്ല എന്ന് LW പറയാതെ പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കൂടുതൽ എളിമയോടെ പ്രോഗ്രാമിനെ സമീപിച്ചാൽ മാത്രമേ നമ്മുടെ നിസ്സഹായാവസ്ഥയും നമ്മുടെ നിസ്സാരതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ നമ്മുടെ ഷിബു ചരിത്രം വായിച്ച സമയത്ത് ഇതുമായിട്ടില്ലെന്ന് തോന്നുന്നു. അനോണിമിറ്റിയും നമ്മുടെ GSO കോൺഫറൻസ് നിലവിൽ ഫൗണ്ടേഷനിൽ നിന്ന് അങ്ങോട്ടുള്ള വളർച്ചയൊക്കെയാണെന്ന് തോന്നുന്നു. ഏതായാലും മറ്റൊന്നുമില്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഏതായാലും നമുക്കെങ്കിലും അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മളൊന്നും ആധികാരികമായ കമൻറ്റുകൾ അതിനകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. മറ്റു മദ്യാസക്തരെ ചേർത്ത് പിടിക്കാനുള്ള വല്ലാത്തൊരു ഒരു ആഗ്രഹം വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ നമ്മൾ തോളെ കൈയിട്ട് പറയും, നീ പോരെ, ഒന്നും പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്നാലും നമ്മുടെ ഉള്ളിലൊന്ന് കരുതിയിരിക്കുക, അങ്ങനെയെല്ലാം ശരിയാകുന്ന ഒന്നല്ല എന്നുള്ള കാര്യം. ഏതൊക്കെയായാലും എല്ലാവർക്കും സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ് സാറേ. താങ്ക് യു. ഖലീലിക്ക് എന്തെങ്കിലും പറയണ്ട? കുറെ നാളായല്ലോ ഖലീലിക്ക മിഡ്നൈറ്റ് സ്റ്റാറിൽ വന്നിട്ട്. രക്ഷയില്ല, സ്ലീപ്പി. ആണോ? ഓക്കെ. താങ്ക് യു.